ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ വണ്ടി. അതിൻ്റെ ഫ്രണ്ട് വീൽ ബെയറിങ്, റിമ്മ്, ടയറൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് അയച്ചാണ് കേട്ടോ. അപ്പോൾ നിലവിൽ എൻ്റെ വീൽ റിമ്മിൻ്റെ അവസ്ഥ ഇതാണ്. അതായത് കാണുന്ന ട്യൂബാണ്, മൊത്തം റിമ്മ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബുഷുകളൊക്കെ തന്നെ കംപ്ലൈൻ്റ് ആണ്. അതേപോലെ വീൽ ബെയറിങ് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്ക് ടൈപ്പ് ബുഷ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പിച്ചള മോഡൽ വന്ന ബുഷാണ് കേട്ടോ. ഏകദേശം നമുക്കൊരു 500 തുടങ്ങി 550 രൂപ അടുത്ത് നമുക്ക് റേറ്റ് വന്നിട്ടുണ്ടാവും ഐറ്റത്തിന് മാത്രം. പിന്നെ ഈ കുഷ്യൻ അസംബിൾ, ഈ ഷോക്കിൻ്റെ ബുഷിന് വന്നിട്ടുണ്ട് ഏകദേശം ഒരു 130 രൂപ അടുത്ത് നമുക്ക് അതിന് വരും. അപ്പോൾ അങ്ങനെ ആ 2 ബുഷും കൂടി മാറ്റിയിട്ട് വീൽ ബെയറിങ് മാറ്റിയാലാണ് നമുക്ക് ആ ഒരു പിടപ്പ് കാര്യങ്ങളൊക്കെ മാറുള്ളൂ കേട്ടോ. കോൺസെപ്റ്റ് ചെറിയൊരു അടിയുണ്ട്, അതേപോലെ തന്നെ ചെറിയൊരു ടൈറ്റും കാണുന്നുണ്ട്. ഹാൻഡിലൊരു ടൈറ്റ് കാണുന്നത് ബെയറിങ്ങിൻ്റെയാണ്. അതിപ്പോൾ നമുക്ക് ഈ അടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് അഴിച്ച് ക്ലിയർ ചെയ്യൽ നടക്കില്ല. അത് പിന്നീട് കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഴിച്ച് മാറ്റണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് അഴിച്ചിട്ട് വേണം മാറ്റാനായിട്ട്. അത് നമുക്ക് താമസം പിടിക്കുന്ന വർക്കാണ്. നമുക്ക് ബോഡിയൊക്കെ അഴിച്ചിട്ട് വേണം നമുക്ക് ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പം നിലവിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളാണ് ചെയ്യണേ. വീൽ റിമ്മ് മാറ്റുന്നുണ്ട്, ടയർ മാറ്റുന്നുണ്ട്, ഇതിൻ്റെ ലിങ്ക് ബുഷ് മാറ്റുന്നുണ്ട്, ഗ്രീൻ ബുഷ് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത്രയായിട്ട് മാറ്റിയിട്ട് നമുക്ക് ടയർ ട്യൂബ്ലെസ് മോഡലിലേക്ക് ആക്കുകയാണ്. ട്യൂബ് വേണ്ടാത്ത മോഡലിലേക്കാണ് കൺവേർട്ട് ചെയ്യണേ. അതാവുമ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ പഞ്ചറുകളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. അപ്പോൾ ആ രീതിയിലേക്ക് സെറ്റ് ആക്കുന്നുണ്ട്. ഹാൻഡിലിൻ്റെ പറഞ്ഞ് ശ്രദ്ധിക്കുക, ഹാൻഡിലിൻ്റെ ഈ ബെയറിങ്ങിന്, ഹാൻഡിൽ തിരിയുന്നിടത്ത് വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്ന ബെയറിങ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഹാൻഡിൽ ചെറിയൊരു പിടുത്തം കാണിക്കും. അത് നോർമലായിട്ട് വന്ന കേസാണ്. തന്നെയല്ല, ചെറിയൊരു അടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ചെറിയ കട്ടർ ചാടുമ്പോൾ ചെറിയൊരു അടിയുണ്ട്. അതുള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പരമാവധി ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആകുമ്പോൾ അഴിച്ച് ഫുള്ളായിട്ട് അഴിച്ചിട്ട് മാറ്റി കളയാം. ഏകദേശം നമുക്കൊരു 800 രൂപ 850 രൂപ നമുക്ക് അതിന് മാത്രം കോസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം കൂടി ഇടുമ്പോൾ അല്ലെങ്കിൽ ഒരുപാട് എമൗണ്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം അത് ഓടിക്കാവുന്നത് കൊണ്ട് ഒഴിവാക്കിയിട്ടാണ്. പിന്നെ അത് കൂടാണ്ട് ബാക്കിലത്തെ ബ്രേക്കും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അത് ബ്രേക്ക് നമുക്ക് പരമാവധി അഡ്ജസ്റ്റിംഗ് ആണ്. ബ്രേക്ക് ലൈനർ മാറ്റിയിട്ട് വേണം നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യണേ. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. എന്തായാലും നമുക്കൊരു 6 മണി 6:30 ആകുമ്പോൾ തീരുമ്പോഴത്തേക്കും കേട്ടോ. കഴിഞ്ഞാൽ വിളിക്കാം. ഓക്കെ.